ഡോക്ടർ മോഹൻ വർഗീസ്, ഒരു വർഷത്തിനിടെ ഒട്ടേറെ തവണ ഹമാസ് പ്രവർത്തകർ പാക് അധിനിവേശ കാശ്മീരും പാകിസ്ഥാനും സന്ദർശിച്ചു. ബഹവാൽപൂരിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനത്ത് ഹമാസ് സംഘം എത്തി. മാത്രമല്ല, കഴിഞ്ഞ മാസം പാക് കരസേന മേധാവി ഉദ്ഘാടനം ചെയ്ത സൈനിക കേന്ദ്രത്തിലും ഹമാസ് പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട് എന്നൊക്കെയാണ് ഇസ്രയേൽ അംബാസഡർ ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ജോയിൻ്റ് ഓപ്പറേഷൻ ആയിരിക്കുമോ ഇത്? തീർച്ചയായും ഹമാസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് പാകിസ്ഥാനിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പുതിയൊരു ഡെവലപ്മെൻറ്റാണ്. കഴിഞ്ഞ 2 ദിവസം മുൻപ് വരെ അങ്ങനെ ഒരു സൂചന ഒരിക്കലും നേരത്തെ കാര്യമായി ഇന്ത്യ ഒരു പരിഭവമായി ഉന്നയിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ആക്രമണം നടന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ, ഈ പഹൽഗാം ആക്രമണം നടന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ ഇസ്രയേലിൽ നിന്നും മൊസാദിൻ്റെ ഏജൻസ് ന്യൂഡൽഹിയിലെത്തി എന്ന വിവരമാണ് കിട്ടുന്നത്. അവരുമായി ആശയവിനിമയം നടത്തി വ്യക്തമായ അവരത് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഹമാസിൻ്റെ നേതാവിൻ്റെ ഒരു ഉന്നത നേതാവിൻ്റെ ശാരീരിക സാന്നിധ്യം നേരത്തെ ഈ സൂചിപ്പിച്ച ഈ ജയ്ഷെ മുഹമ്മദിൻ്റെ ഒരു ട്രെയിനിങ് ക്യാമ്പിൽ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം പല നേതാക്കളെയും കണ്ടു എന്നാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ ആർമിയും ഇന്റർ സർവീസ് ഇൻ്റലിജൻസും ടെറർ ഔട്ട്ഫിറ്റ് ജയ്ഷെ മുഹമ്മദ് മാത്രമല്ല, ഇപ്പോൾ ഈ ഭീകരാക്രമണം നടത്തിയിരിക്കുന്ന ജയ്ഷെ മുഹമ്മദിൻ്റെ ലഷ്കർ ഇ തൊയ്ബയുടെ ഉൾപ്പെടെ നേതാക്കന്മാരുമായി ഹമാസിന് ബന്ധമുണ്ട് എന്ന് വേണം കരുതാൻ. അതുമാത്രമല്ല, ഹമാസ് ഉപയോഗിച്ച ഒരു രീതിശാസ്ത്രമുണ്ട്. ഈ ഒക്ടോബർ 7, 2023 ഹമാസ് ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തിൽ സെലക്ട് ചെയ്ത ടാർഗറ്റ് എന്ന് പറയുന്നത് സമാനമായ ഒരു ടാർഗറ്റാണ്. അപ്രതീക്ഷിതമായ ഒരു ജനക്കൂട്ടം ഉത്സാഹലഹരിയിലായിരുന്നു. ഒരു സംഗീത ദിശ നടക്കുന്ന സമയത്താണ് അവിടെ കടന്നു കയറി ചുറ്റുപാടുമുള്ള 1200 പേരെയാണ് അവർ വധിക്കുന്നത്. അതേ രീതിയിൽ തന്നെ അവർ എങ്ങനെ വധിച്ചോ പോയിന്റ് ബ്ലാങ്ക് ആയിട്ട് വെടിവെക്കുകയാണ് പലരും ചെയ്തത്. അപ്പോൾ അവരുടെ ഐഡന്റിറ്റി നോക്കി അവർ ചെയ്തതാണ്. ഏതാണ്ട് അതേ മാർഗത്തിൽ തന്നെയാണ് അവിടെയും പഹൽഗാം ആക്രമണത്തിലും അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിശാസ്ത്രം എന്ന് പറയുന്നത്, അത് മാത്രമല്ല അവർ ഈ ബോഡി ക്യാം ഉപയോഗിച്ചുകൊണ്ട് ഇതെല്ലാം തന്നെ ഷൂട്ട് ചെയ്യുന്ന ഒരു രീതി. അത് മാത്രമല്ല, ഈ ആയുധ ഉപയോഗത്തിൻ്റെ രീതി ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ ഈ ഹമാസിൻ്റെ ഉൾപ്പെടെയുള്ള നേരിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് അല്ല എങ്കിൽ പോലും ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് ഗ്ലോബൽ വെഞ്ചർ, ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ടെററിൻ്റെ ഭാഗമായി പശ്ചിമ ഏഷ്യയിലുള്ള ടെറർ ഔട്ട്ഫിറ്റുകളും പാകിസ്ഥാനിലുള്ള ടെറർ ഔട്ട്ഫിറ്റുകളും ഇന്ത്യക്കെതിരെ യോജിക്കുന്നു എന്ന ഒരു സൂചനയാണ് അവിടെ വരുന്നത്. ഇതത്ര നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല. കാരണം ഇന്ത്യക്ക് തീർച്ചയായും ഇസ്രായേലുമായി വലിയ തോതിലുള്ള ഒരു സൈനിക സഹകരണം മാത്രമല്ല, ലോജിസ്റ്റിക്കൽ അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഷെയറിംഗ് സഹകരണത്തിനുള്ള വലിയ സാധ്യതയാണ് ഉള്ളത്. പലപ്പോഴും ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ത്രട്ട് പലപ്പോഴും ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദാണ് കണ്ടെത്തി ഇന്ത്യയെ അറിയിക്കുന്നത്. അതുകൊണ്ട് വലിയ തോതിലുള്ള സഹകരണം, ഷെയറിംഗ് ഓഫ് ഇൻ്റലിജൻസ്, അമേരിക്കയുടെ CIA കണ്ടെത്തുന്ന ഇൻഫർമേഷൻ ആകട്ടെ, ഇസ്രായേലിൻ്റെ മൊസാദ് കണ്ടെത്തുന്നതായിക്കൊള്ളട്ടെ, മറ്റ് പല അറബ് ഏജൻസികൾ കണ്ടെത്തുന്നതായിക്കൊള്ളട്ടെ, ഇവരെല്ലാം തന്നെ അനുഭവിക്കുന്ന ഭീകരത ഏതാണ്ട് ഒരേ സോഴ്സിൽ നിന്നാണ്. ആ നെറ്റ്വർക്ക് ഒന്ന് തന്നെയാണ്. മിക്കവാറും എല്ലാ രാജ്യങ്ങളും തന്നെ മറുവശത്തും തീവ്രവാദികൾ ഒരു വശത്തും നിൽക്കുകയാണ്. അതിനെ എയ്ഡ് ചെയ്യുന്ന ചില രാഷ്ട്രങ്ങളുണ്ട്, ഈ ഫെയിൽഡ് സ്റ്റേറ്റുകൾ ചിലതൊക്കെ ഉണ്ട്. അതിൽ ഒരു ഫെയിൽഡ് സ്റ്റേറ്റായി ഭീകരതയെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പരാജിത രാഷ്ട്രമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു എന്നാണ് കരുതുന്നത്. അതുകൊണ്ടാണ് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ പാകിസ്ഥാന് മുൻപുള്ള ഒരു വില ഇപ്പോഴില്ല എന്ന് കാണാം. കഴിഞ്ഞ ഒരു 10-20 വർഷത്തിന് മുൻപ് പാകിസ്ഥാൻ അമേരിക്കയുടെ നിർലോഭമായ സഹകരണം ലഭിച്ചിരുന്നു, ചൈനയുടെ വലിയ സഹകരണം ലഭിച്ചിരുന്നു. ഇപ്പോഴും ചൈനയുടെ സഹകരണം ഇപ്പോഴും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ന്യായമായി. എന്നാൽ പാശ്ചാത്യ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും പാകിസ്ഥാനിൽ നിന്ന് മാറി അവരൊരിക്കലും നന്നാവില്ല എന്ന ഒരു ചിന്തയാണ്. അതുകൊണ്ടാണ് ഭാരതത്തിന് കിട്ടുന്ന ഗുഡ്വിൽ അത് പ്രധാനമായും ഭാരതം ഉപയോഗപ്പെടുത്തിയ ഒന്നാന്തരം നയതന്ത്ര നീക്കങ്ങളാണ്. കഴിഞ്ഞ ഒരു 48 മണിക്കൂർ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 3 ദിവസമായി നടന്ന നയതന്ത്ര നീക്കങ്ങൾ. എംബസിയിലേക്ക് അല്ലെങ്കിൽ സൗത്ത് ബ്ലോക്കിലേക്ക്, വിദേശകാര്യ മന്ത്രാലയം സ്ഥിതി ചെയ്യുന്ന സൗത്ത് ബ്ലോക്കിലേക്ക് നേതാക്കളെ വിളിക്കുകയാണ്. അതായത് ഈ ഇന്ത്യയിൽ ഉള്ള വിദേശ രാജ്യങ്ങളുടെ അംബാസഡേഴ്സ്, ഹൈക്കമ്മീഷണേഴ്സ് അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ, അവരെ വിളിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും വിദേശകാര്യമന്ത്രി ജയശങ്കറും ഒക്കെ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. കാരണം ഇന്ത്യക്ക് ഒന്നും മറച്ചു വെക്കാനില്ല. പാകിസ്ഥാന്റെ തെളിവ് നേരത്തെ ശ്രീ അനിൽ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇന്ന് നടത്തിയ ഒരു ഓപ്പൺ അഡ്മിഷൻ,
ഇവര് തീവ്രവാദികളല്ല, അവർ ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ്. ഈ പറയുന്ന ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്നവർ തീവ്രവാദികളല്ല, അവര് ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ്. കാശ്മീരിന്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ്. എന്ത് വർത്തമാനാണത്? അപ്പൊ അത് ഒരു നാണവുമില്ലാതെ വിദേശകാര്യമന്ത്രി പറയുകയാണ്. അത് മാത്രമല്ല, ഒരു പടി കൂടി കടത്തി പാകിസ്ഥാന്റെ തന്നെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞത് എന്താണ്? ഒരു അഭിമുഖ വേളയിൽ പറഞ്ഞത് എന്താണ്? ഈ പറയുന്ന തീവ്രവാദികളെ എത്രയോ കാലമായി 3 പതിറ്റാണ്ടായിട്ടെങ്കിലും ഞങ്ങൾ അവരെ സ്വീകരിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. പലപ്പോഴും വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ മൂലമാണ് ഞങ്ങൾ അവരെ സഹായിക്കേണ്ട അവസ്ഥ വന്നത് എന്ന് ഒരു കുറ്റസമ്മതം പോലെ പറയുകയാണ്. ഇതിൽ പരം എന്താണ് തെളിവ് വേണ്ടത്? നമ്മൾ തെളിവ് കൊണ്ടുവരൂ, തെളിവ്. ശ്രീ അനിൽ, ലോകരാജ്യങ്ങൾ പലപ്പോഴും പറയും ഒരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ലോകരാജ്യങ്ങൾ പലപ്പോഴും പറയും വരൂ, കൊണ്ടുവരൂ തെളിവ്. എവിടെ തെളിവ്? തെളിവെന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഭരണവർഗത്തിന്റെ ഭാഗത്ത് നിന്ന് തെളിവ് വരികയാണ്. ഒന്നൊന്നായി തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വിദേശകാര്യമന്ത്രിയും അതുപോലെ ഡിഫൻസ് മിനിസ്റ്ററും പറഞ്ഞാൽ പോരെ, മറ്റാരാണ് പറയേണ്ടത്? അതിനു പുറമെയാണ് സൈനിക തലവൻ കഴിഞ്ഞ ആഴ്ച ഭീകരാക്രമണം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് കാശ്മീർ ഞങ്ങളുടെ തലയാണ്, ഞങ്ങൾക്കത് വേണം, ഞങ്ങളുടെ ജീവനാഡിയാണ്, ജുഗുലാർ വെയിനാണത്, അത് ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് മാത്രമല്ല, പാകിസ്ഥാൻ സൈനിക തലവന്റെ ശാരീരിക സാന്നിധ്യം ഉണ്ടായി. തീവ്രവാദ ട്രെയിനിങ് ക്യാമ്പുകൾ പാകിസ്ഥാൻ ആർമിയും ISIയും ഒരുക്കിയ തീവ്രവാദികളെ നിരന്തരം അത് തടുത്തു കൂട്ടിവെക്കുന്ന ക്യാമ്പുകളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ, മുൻപൊക്കെ ഒരു മറയൊക്കെ ഉണ്ടായിരുന്നു ശ്രീ അനിൽ. ഇപ്പോൾ യാതൊരു മറയുമില്ലാതെ, ഒരു നാണവുമില്ലാതെ പാകിസ്ഥാന്റെ റെസ്പോൺസിബിളായ സൈനിക മേധാവി കടന്നു വരുന്നു. അദ്ദേഹം പറയുകയാണ് കാശ്മീർ ഞങ്ങൾ ഇങ്ങെടുക്കും, കാശ്മീരിലെ ജനങ്ങൾ ഒരു മോചനം ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ അധികകാലം കാത്തു നിൽക്കേണ്ടി വരില്ല, അതുകൊണ്ട് ഇതാ ഞങ്ങൾ എത്തുന്നു. പക്ഷെ അതേ കാശ്മീരുകൾ കഴിഞ്ഞ ദിവസം ബന്ദ് നടത്തി എന്താണ് ലോകത്തോടായി വിളിച്ചു പറഞ്ഞത്? പാകിസ്ഥാൻ മുർദാബാദ് എന്ന മുദ്രാവാക്യമാണ് അവർ മുഴക്കിയെന്ന് ഓർക്കണം. അതുകൊണ്ട് ആ ഒരു കാര്യം നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ശ്രീ അനിൽ ഇവിടെ നടക്കുന്നത്? കാശ്മീറുകാർക്ക് പാകിസ്ഥാനെ വേണ്ട, അവരുടെ ജീവിത ഉപാധിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിനോദസഞ്ചാരം. അവർ കുതിരക്കാര്, റിക്ഷാവാലാസ്, ടാക്സി ഡ്രൈവേഴ്സ്, ഈ ഹൗസ് ബോട്ടുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ദാൽ ലേക്കിൽ കൂടി ഓടുന്ന പായ് വഞ്ചികൾ, ഇതെല്ലാം ഓൺ ചെയ്യുന്ന ആളുകളാണ്. ഹോം സ്റ്റേ നടത്തുന്നവരുണ്ട്, ഹോട്ടലുകൾ നടത്തുന്നവരുണ്ട്, ഈ കരകൗശല വസ്തുക്കൾ വിൽക്കുന്നവരുണ്ട്. അവരുടെ ജീവിതമൊക്കെ കഴിഞ്ഞ 8-10 വർഷമായിട്ട്, പ്രത്യേകിച്ചും ഈ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തതിന് ശേഷം അവിടെ പൊതുവേ ഒരു സമാധാനം വന്നു, കേന്ദ്ര ഭരണത്തിലേക്ക് വന്നു, സമാധാനം വന്നു, ജനാധിപത്യ വ്യവസ്ഥിതി പുനഃസ്ഥാപിക്കപ്പെട്ടു. അവരുടെ അടുപ്പിലൊക്കെ തീ പുകഞ്ഞു തുടങ്ങി. ആ ഒരു കഞ്ഞിയിലാണ്, കാശ്മീർ ജനതയുടെ കഞ്ഞിയിലാണ് ലോഡ് കണക്കിന് മണ്ണ് വാരിയിട്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ ഭീകരന്മാർ. എന്നിട്ടാണ് പാകിസ്ഥാന്റെ മിലിറ്ററി ജനറൽ പറയുന്നത് അവര് ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ്, അവർ ഞങ്ങളുടെ തലയാണ് കാശ്മീർ, ഞങ്ങൾ ഇങ്ങ് എടുത്തുകളയും എന്നൊക്കെ പറയുന്നത്. ഇതിനൊക്കെ പുറമെയാണ് യഥാർത്ഥത്തിൽ ഈ തീവ്രവാദ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ. അദ്ദേഹം പല ഇടത്തായിട്ട് പാകിസ്ഥാൻ്റെ, അത് പുതിയൊരു ഔട്ട്ഫിറ്റാണ്, അതൊരു ലഷ്കർ ഇ തോയ്ബയുടെ ഒരു ഡെപ്യൂട്ടി കമാൻഡന്റ് എന്ന് പറയുന്ന ആളാണ് മിസ്റ്റർ കസൂരി ഓടി നടന്ന് പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ തീവ്രവാദ റിക്രൂട്ട്മെന്റ് ക്യാമ്പുകൾ, അതിന്റെ ലിങ്കുകൾ ഇന്ത്യയിലേക്കും കൂടെ നീങ്ങി. ഇപ്പൊ 7 ഭീകരരാണല്ലോ ഈ ആക്രമണത്തിൽ പങ്കെടുത്തത്. അതിൽ 2 പേര് വ്യക്തമായ പാകിസ്ഥാൻ പൗരന്മാരാണ്. അവരുടെ പേര് വിവരം ഇന്ത്യ വെളിപ്പെടുത്തി. അത് മാത്രമല്ല, അവരുടെ രേഖാചിത്രങ്ങൾ ഇന്ത്യ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ കൊടുത്തിരിക്കുകയാണ്. അത് മാത്രമല്ല, 2 പേര്, ഒരാൾ ആ പറയുന്ന സ്വന്തം ജില്ലക്കാരൻ, ആ പ്രദേശത്ത് ആക്രമണം നടത്തിയ അതേ പ്രദേശത്തേക്കാരനാണ്, മറ്റൊരാൾ കുറച്ചുകൂടെ മാറിയുള്ള പുൽവാമ സ്വദേശിയാണ്. അവരുടെ ഐഡന്റിറ്റിയും അവരെല്ലാം പാകിസ്ഥാനിൽ പോയതും അവിടെ ട്രെയിനിങ് ലഭിച്ചതും തിരിച്ചെത്തിയതും മറവിലായിരുന്നതുമായ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇന്ത്യ കളക്ട് ചെയ്തു. ആകെ ബാക്കിയുള്ളത് അവർ വലയിലാണ്. അവരെ പീർ പഞ്ചാൽ മലനിരകളിൽ ഒളിവിൽ കഴിയുന്നു. ആ ഒളിവ് ജീവിതം അധികം നീണ്ടു നിൽക്കില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതല സൈന്യത്തിനും സുരക്ഷാ സേനയ്ക്കുമുണ്ട്. അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് നോക്കൂ, യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ ഇൻവോൾവ്മെന്റ് തെളിവാണ് വേണ്ടതെങ്കിൽ ലോഡ് കണക്കിന് തെളിവാണ് ഇന്ത്യക്കുള്ളത്. ഇനി എന്തിനമാന്തിക്കുന്നു എന്നാണ് പലരും ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ആക്രമണത്തിന് സമയം വേണം, സാഹചര്യം വേണം. ആരും പ്രതീക്ഷിക്കാത്ത, പാകിസ്ഥാൻ പ്രതീക്ഷിക്കാത്ത, സൈന്യം പ്രതീക്ഷിക്കാത്ത സമയത്തും നേരത്തും രീതിയിലും ആക്രമണം ഉണ്ടാകും എന്ന രീതിയിലുള്ള റെസ്പോൺസാണ് ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.